ഒരാൾ മാത്രം ഒരു ശത്രുതാ മനോഭാവത്തിൽ സ്ഥിരമായി ചെയർമാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും തെറ്റായി ചിത്രീകരിക്കുന്ന ഒരു പരിപാടി ചാലക്കുടിയിൽ കുറച്ച് ആളുകളായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്നോട് പല ആളുകളും ചോദിച്ചു, നിങ്ങൾക്ക് ആളുമായി ഒന്ന് സെറ്റിൽ ചെയ്തുകൂടെ എന്ന്. ബഹുമാനപ്പെട്ട MLAയും ചോദിച്ചു, ബഹുമാനപ്പെട്ട സിദ്ദിഖ് മാഷും ചോദിച്ചു. ആരാണ് ഒരാൾ? പ്രിയപ്പെട്ട ചെയർമാൻ്റെ പ്രവർത്തനങ്ങളെ മാത്രം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ആ ഒരാൾ ആരാണ്? ആ പേരൊന്ന് പറയൂ, അങ്ങ് ആ പേരൊന്ന് പറയൂ. ഞാൻ കുറച്ച് നാളുകൾക്ക് മുൻപും അങ്ങ് ഇതുപോലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങ് എന്തിനാണ് അയാളെ ഭയക്കുന്നത്? ആ പേരൊന്ന് പറയൂ. ആ പേര് പറഞ്ഞ് കഴിഞ്ഞിട്ട് വേണ്ടേ ഞാൻ അങ്ങയോടൊപ്പം ഉണ്ട് എന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ്. അങ്ങ് എന്തിനിങ്ങനെ ഭയക്കണം? ആ പേരൊന്ന് പറയൂ, ആ പേരൊന്ന് പറയൂ. അപ്പം ഞാൻ സിദ്ദിഖ് മാഷോടും പറഞ്ഞു, MLAയോടും പറഞ്ഞു, ഞാൻ സെറ്റിൽ ചെയ്യുന്നില്ല. കാരണം അത് ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളുടെ മുൻപിൽ പറയാൻ ഞാൻ ബാധ്യസ്ഥനായതുകൊണ്ട് പറയുകയാണ്. ഞാൻ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഞാൻ ഒരാളുടെ കാല് പിടിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എബി ജോർജ് മരിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ആര് വിമർശിച്ചാലും അതെന്നെ ബാധിക്കുന്ന ഒന്നല്ല എന്ന ഒരു ദൃഢനിശ്ചയത്തിലാണ് ചാലക്കുടിയിലെ നഗരസഭാ ചെയർമാനായി ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളതെന്നും 100% ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളതെന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു തെറ്റ് പോലും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഈ 2.5 വർഷക്കാലം ഞാൻ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഞാൻ ഒരു സെറ്റിൽമെൻറ്റിന് ഞാൻ തയ്യാറല്ല. സനീഷ് കുമാർ ജോസഫ്, സിദ്ദിഖ് മാസ്റ്റർ, ഞാൻ ഒരു സെറ്റിൽമെൻറ്റിന് ഞാൻ തയ്യാറാവില്ല. എന്നെ ബഹുമാനായ സുരേഷ് അടക്കമുള്ള പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ വിമർശനങ്ങളൊക്കെ തന്നെ 99% ന്യായമായിട്ടുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 1% ഒരു പക്ഷേ രാഷ്ട്രീയ പ്രേരിതമായി വരാൻ സ്വാഭാവികമായി സാധ്യതയുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിൻ്റെ കർത്തവ്യം കൂടിയായതുകൊണ്ട് തീർച്ചയായും അത് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സുരേഷ് പറഞ്ഞ 99% കാര്യങ്ങൾ ന്യായമാണെന്ന് ഞാനിവിടെ നിങ്ങളോട് ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാം. ആ 99% അത് പെടുമോ അതോ 1%-ലാണോ അത് പെടണേ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ തന്നെ ആയിട്ട് തരാം. 99% ഇത് പെടുമോ 1% ആണോ അത് പെടുന്നത് എന്നുള്ളത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇട്ട് തരാം. ചെയർമാൻ വാ തുറക്കുന്നത് ഇപ്പൊ കുറെ നാളുകളായിട്ട് നുണ പറയാനാണ്, അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. അപ്പോ ഇദ്ദേഹത്തിന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണോ ഇദ്ദേഹം സ്വയം മണ്ടനായതാണോ എന്ന് എനിക്കറിയില്ല. 2.25 വർഷം ഏതായിട്ടിരിക്കുന്നത്. പിന്നെ ജനങ്ങളോട് പറയുന്നത്, പത്രക്കാരോട് പറയുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ സംഭവമില്ല. അത് അദ്ദേഹം ഇപ്പൊ മനസ്സിലാക്കണുള്ളൂ. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ സംഭവമില്ല, ഒരു ഭരണസമിതിനത്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്നത്, ഇവിടെ ചെയർമാനുണ്ടോ? ചെയർമാൻ ഇല്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരനാണ്, അദ്ദേഹത്തിന്റെ കൗൺസിലേഴ്സിന്. അദ്ദേഹം പൈസ കൊടുത്ത് വിജയിപ്പിച്ചു കൊണ്ടുവന്ന ആ കൗൺസിലേഴ്സ് വരെ പറയുന്നത് ഇവിടെ 2.25 വർഷമായിട്ട് ചെയർമാൻ ഇല്ല എന്ന് പറയുന്നത്. ഇവിടെ ചെയർമാൻ ഇല്ല. ചെയർമാൻ കാർ ടു കാർപ്പറ്റാണ്. അദ്ദേഹം തെരുവട്ടികളെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അദ്ദേഹം കാറിൽ വരുന്നു, കാർപ്പറ്റിൽ ഇറങ്ങുന്നു, ഇവിടുന്ന് പോകുന്നു, കാർപ്പറ്റിൽ ഇറങ്ങുന്നു. അത് വിട്ടിട്ട് പിന്നെ പുറത്തേക്ക് പോകണമെങ്കിൽ 5-6 പേര് കാറിലും ഉണ്ടാവും ചെയ്യും. അപ്പൊ തെരുവട്ടികളെ പേടിക്കും വേണ്ട. ഇദ്ദേഹം ചെയർമാനായപ്പോ AC തോളത്ത് വെച്ച കൊണ്ടുവന്നേ. സുരേഷ് അടക്കമുള്ള പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ വിമർശനങ്ങളൊക്കെ തന്നെ 99% ന്യായമായിട്ടുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹൈടെക്കിൽ നിന്ന് പ്രാഞ്ചേട്ടിലേക്ക് മാറിയുള്ള ഒരു തീരുമാനമൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പൊ അത് ജനങ്ങളെ അറിയിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. മുന്ന് ഹൈടെക് തീരുമാനങ്ങളായിരുന്നു. ഇപ്പൊ ഹൈടെക്കിൽ നിന്ന് മാറി അരിപ്രാഞ്ചി അല്ലെങ്കിൽ അധികാര പ്രാഞ്ചിയിലേക്ക് കടന്നിട്ടാണ്. സുരേഷ് അടക്കമുള്ള പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ വിമർശനങ്ങളൊക്കെ തന്നെ 99% ന്യായമായിട്ടുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇദ്ദേഹം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പഴയ ചെയർമാൻ ഇരുന്ന സീറ്റിലിരിക്കില്ല, റൂമിലിരിക്കില്ല. പുതിയ സെക്രട്ടറിനെ മാറ്റി, പുതിയ സെക്രട്ടറിനെ ചെയർമാന്റെ റൂമിലേക്ക് മാറ്റി. അത് വാസ്തു വെച്ച് നോക്കിയപ്പോ എന്തൊരു കുഴപ്പം നോക്കിയിട്ട് പറഞ്ഞത് നമുക്കറിയില്ല. അത് ഓരോരുത്തർ വിശ്വാസം. ഒരു കാര്യമെങ്കിലും ചെയർമാനെ ചെയ്യും. 2.25 വർഷമായില്ലേ നിങ്ങളുടെ പേരിൽ ഒരു കാര്യങ്ങളും നടപ്പിലാക്കി? 2.25 വർഷത്തിനുള്ളിൽ ചെയർമാൻ കാണിച്ച മറുപടി പറയണം. ഞങ്ങൾക്ക് ആദ്യം കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് വിഷയമില്ല. ആ പാവങ്ങൾ 5 വിട്ടാലും പാവങ്ങൾ താമസിച്ചോട്ട് ഞങ്ങൾക്ക് വിഷയമായില്ല. എന്തിനാ പറഞ്ഞു പറ്റിക്കുന്നതിനാ ഞങ്ങളൊരു പാവങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നതിനാ? ആർക്കെങ്കിലും മുൻകൂട്ടി പറയണം, ഞങ്ങൾ എങ്ങനെ കൊടുക്കുന്നു പറയണം, അതെങ്ങനെ പറയണം. അതൊരു നടത്തം. അല്ലാണ്ട് ഇത് മക്കളോടെ കിടക്കുന്നത് ഇതൊന്നും നല്ല കാര്യമല്ല. ചെയർമാൻ ചെയ്തത് നെറികളാണ്.
അത് ഞങ്ങളെ ചോദിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ മാനസികമായ ഐക്യമുള്ളതും ഞാനിന്ന് ചാലക്കുടി നഗരസഭയിൽ ബഹുമാനിക്കുന്നതുമായിട്ടുള്ളൊരു കൗൺസിലറാണ് സുരേഷ് എന്ന് പറയാൻ എനിക്കൊരു വിരോധമില്ല, ഒരു മടിയുമില്ല. മുന്ന് ഹൈടെക് തീരുമാനങ്ങളായിരുന്നു. ഇപ്പൊ ഹൈടെക്കിൽ നിന്ന് മാറി അരിപ്രാഞ്ചി അല്ലെങ്കിൽ അധികാര പ്രാഞ്ചിയിലേക്ക് കടന്നിട്ടാണ്. സ്വന്തം ജീവിതം സ്വന്തം മാതാവിനും സ്വന്തം പിതാവിനും വേണ്ടി മാറ്റിവെച്ച ഒരു മഹത്തരമായ ക്യാരക്ടറിന് ഉടമയാണ് ബഹുമാന്യ സുരേഷ് എന്നുള്ള കാര്യം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സുരേഷേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അമ്മയെ പരിപാലിക്കുന്നു. കാരണം ഞാൻ എൻ്റെ അപ്പച്ചൻ വയ്യാതിരിക്കുന്ന സമയങ്ങളിൽ അദ്ദേഹം എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു. കാരണം നമ്മൾ വയ്യാതിരിക്കുന്ന ആളുകളെ നോക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ എനിക്ക് അദ്ദേഹത്തിന് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണെന്ന് ഞാൻ പറഞ്ഞത്. ഇതെല്ലാവർക്കും ഓർമ്മപ്പെടുത്തലാണെന്ന്. ഈ അപ്പൻ അമ്മ ഇങ്ങനെയുള്ള ഘടകങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നാം കാണുന്ന ദൈവങ്ങളാണ്. അവരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു പുണ്യകർമ്മം മാത്രമല്ല, അവരെ അവസാന കാലങ്ങളിൽ അവരെ സംരക്ഷിക്കുക, അവരെ നോക്കുക എന്ന് പറയുന്നത് വളരെ പുണ്യപ്പെട്ട കാര്യമാണ്. ഇതെല്ലാവരും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. എല്ലാവരും സ്വയം ചിന്തിക്കണം, ഞാൻ എൻ്റെ അപ്പനെ എങ്ങനെയാണ് നോക്കിയിട്ടുള്ളത്, അല്ലേ? ഞാൻ എൻ്റെ അപ്പനെ എങ്ങനെയാണ് നോക്കിയിട്ടുള്ളത്, എങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ അപ്പനെ നോക്കിയിട്ടുള്ളത് എന്നുള്ള സ്വയം ചിന്തിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. ചാലക്കുടിക്കാരുണ്ടല്ലോ, ഇവിടെ ജീവിച്ചിരിക്കുന്നവർ ചാലക്കുടിക്കാർ കുറേ പേരുണ്ടല്ലോ. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കണം, എല്ലാവരും ചിന്തിക്കണം. അതാണ് ആ വിഷയത്തെപ്പറ്റി പറയാനുള്ളത്. സുരേഷേട്ടൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എനിക്ക് നല്ല പൂർണ്ണമായിട്ട് യോജിപ്പാണ്. ഒരു കുഴപ്പമില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലേ അച്ചട്ട കറക്റ്റാണെന്ന് മനസ്സിലായോ? ഈ വയോജനങ്ങൾക്കെതിരെ അതിക്രമത്തിനുള്ള കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ചാലക്കുടി നഗരസഭ ചെയർമാന്റെ പേരിൽ കേസ് എടുക്കണം. കാരണം ഒരു അനാദരവാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനും ഇന്ത്യ അറിയപ്പെടുന്ന ഫുട്ബോളറുമായ ചാത്തു നിസാർ, അദ്ദേഹത്തിന് കേരള സർക്കാരിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡിൽ ഒന്നാണ് അത്. ആ അവാർഡ് കിട്ടിയിട്ട് ചാലക്കുടിയിലെ പൗരാവലി ഇതേപോലെ ഈ ഒരു ഹാള് ചോദിച്ചിട്ട് തരില്ല എന്നാണ് മുഖത്തേക്ക് പറഞ്ഞ അദ്ദേഹം. മനസ്സിൻ്റെ ഉള്ളില് പരസ്പരം ഐ ലവ് യു എന്ന് പറയുന്ന, വൈകുന്നേരങ്ങളിൽ വിളിച്ച് ഒരു കാര്യം സംസാരിച്ചാൽ എന്നോട് ഐ ലവ് യു എന്ന് പറയുന്ന ഒരേ ഒരു കൗൺസിലർ ബഹുമാനായ സുരേഷ് ആണെന്നുള്ള കാര്യം കൂടെ നിങ്ങളോട് ഞാൻ പറയുമ്പോൾ തില്ലങ്കിടിയെ മനസ്സിൻ്റെ ഉള്ളിൽ ഐ ലവ് യു എന്ന് പറയുന്നൊരു ബന്ധമാണ് ഞങ്ങൾക്കുള്ളത്. ഹലോ മിസ്റ്റർ ചെയർമാൻ, ഐ ലവ് യു സുരേഷേ. മനസ്സിൻ്റെ ഉള്ളിലാണ് അവർ കൈമാറുന്നത്. എത്ര പവിത്രമായിട്ടുള്ള ആ ഒരു ആർദ്രപൂരിതമായിട്ടുള്ള ആ ഒരു ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാനത് കൂടുതൽ മലയാളത്തിനോടാണ് താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ചിന്തിക്കുന്നത്. മനസ്സിൻ്റെ ആർദ്രമായ കോണിൽ ഐ ലവ് യു സുരേഷേ. അപ്പോൾ സുരേഷ് തിരിച്ചു പറയും ഐ ലവ് യു. സുരേഷ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ഹൈടെക്കിൽ നിന്ന് പ്രാഞ്ചേട്ടിലേക്ക് മാറിയുള്ള ഒരു തീരുമാനമൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ അത് ജനങ്ങളെ അറിയിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. മുന്ന് ഹൈടെക് തീരുമാനങ്ങളായിരുന്നു. ഇപ്പൊ ഹൈടെക്കിൽ നിന്ന് മാറി അരിപ്രാഞ്ചി അല്ലെങ്കിൽ അധികാര പ്രാഞ്ചിയിലേക്ക് കടന്നിട്ടാണ്. മനസ്സിന്റെ ഉള്ളില് പരസ്പരം ഐ ലവ് യു എന്ന് പറയുന്ന, വൈകുന്നേരങ്ങളിൽ വിളിച്ച് ഒരു കാര്യം സംസാരിച്ചാൽ എന്നോട് ഐ ലവ് യു എന്ന് പറയുന്ന ഒരേ ഒരു കൗൺസിലർ ബഹുമാനായ സുരേഷ് ആണെന്നുള്ള കാര്യം കൂടെ നിങ്ങളോട് ഞാൻ പറയുമ്പോൾ, എന്നും വൈകിട്ട് സുരേഷ് വിളിച്ച് ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അല്ലേ? ഇങ്ങനെ ഒരു ബന്ധം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭരണസമിതിയിലുള്ള, അദ്ദേഹത്തിൻ്റെ ഭരണപക്ഷത്തുള്ള, ഞാനിതാണ് ഏറ്റവും കൂടുതൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണപക്ഷത്തുള്ളൊരു കൗൺസിലർ പോലും പറയാൻ സാധിച്ചില്ല. പ്രതിപക്ഷത്തുള്ള സുരേഷേട്ടൻ, നമ്മുടെ വിനിച്ചേട്ടനാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും നല്ല ജനപ്രതിനിധി, എനിക്ക് ഏറ്റവും കൂടുതൽ മാനസിക അടുപ്പമുള്ളൊരു ജനപ്രതിനിധിയാണ് എൻ്റെ സുരേഷേട്ടൻ. എൻ്റെ സുരേഷ് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവർ നിങ്ങൾ നോക്കുക, അദ്ദേഹത്തിന് സുരേഷേട്ടന് ഇതിനും വലിയ അംഗീകാരം എനിക്ക് കിട്ടാനുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഭരണപക്ഷത്തുള്ള ഒരാളെ പോലും ഇങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഐ ലവ് യു പറയാൻ എനിക്ക് സുരേഷേ ഐ ലവ് യു. അപ്പോൾ തിരിച്ച് സുരേഷേട്ടൻ വൈകുന്നേരം വിളിച്ചിട്ട്, അതായത് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച ഡയലോഗുകളുണ്ടല്ലോ, അരിപ്രാഞ്ചി മറ്റേ സംഘം എന്നൊക്കെ പറയുമെങ്കിലും വൈകുന്നേരം സുരേഷേട്ടൻ വിളിച്ച് ഫോണിൽ ഹലോ ഐ ലവ് യു ചെയർമാൻ, ഇന്ന് ഞാൻ അരിപ്രാഞ്ചി എന്ന് നുണയനെന്നൊക്കെ വിളിച്ചിട്ടുണ്ട്, സോറി ഐ ലവ് യു. അപ്പോൾ തിരിച്ച് ഐ ലവ് യു ആ മനസ്സിൻ്റെ ഒരു സാധനം ഒന്ന് ചിന്തിച്ചേക്ക്, എത്ര ആർദ്രമാണെന്ന് നോക്കി. ഇങ്ങനൊരു ബന്ധം കോൺഗ്രസ്സുകാരിൽ നിന്ന് പോലും കിട്ടിയിട്ടില്ല, ഇടതുപക്ഷത്ത് നിന്നാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അതാണ് പ്രിയപ്പെട്ട ചെയർമാൻ ഇടതുപക്ഷം, ഹൃദയപക്ഷം എന്ന് അവർ പറയുന്നത്. മനസ്സിലായിട്ടുണ്ടോ? എത്ര അതിന് ആ ഇടതുപക്ഷം ഹൃദയപക്ഷമാണെന്ന് ഇടതുപക്ഷം പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യത്തിന് തന്നെ അദ്ദേഹം എത്ര സമർത്ഥമായിട്ടുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആർദ്രപൂരിതമായിട്ടുള്ള ബന്ധം, ഐ ലവ് യു പറയാനായിട്ടുള്ളൊരു ബന്ധം. ഓക്കേടാ. പത്രത്തിലെ സ്നേഹവും വാത്സല്യത്തോടു കൂടി വിമർശിക്കുകയും കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകളോട് ബഹുമാനവും സ്നേഹമുള്ളതോടൊപ്പം തെറ്റായ കാര്യങ്ങൾക്ക് വാശിയോടെ വിമർശിക്കുന്നവരോട് മുട്ടുമടക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ലാത്തത് കൊണ്ട് മാത്രമാണ് അത് ചെയ്യാതെ പോയതെന്നും ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയുന്നത്. പ്രതിപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവായിട്ട് സുരേഷിനോടും വിനുവിനോടും എനിക്ക് ഐ ലവ് യു ആണ്. അവൻ എന്ത് എന്നെ അഭിപ്രായം ചെയ്യുന്നോ നോണയെന്നോ ഒക്കെ വിളിച്ചോട്ടെ, പക്ഷെ വൈകുന്നേരമോ ഐ ലവ് യു ചേട്ടാ, ഐ ലവ് യു. അതുകൊണ്ട് എനിക്ക് പറ്റില്ല. പക്ഷേ ചിലരുണ്ട്
അവരോട് മുട്ടുമടക്കാനൊന്നും ഞാൻ തയ്യാറല്ല ചെയർമാൻ. ആ വ്യക്തി ആരാന്ന് പറയൂ. ആരാണ് അയാൾ? ഞാൻ അന്നും ചോദിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ചെയർമാൻ അങ്ങതുപോലെ വിഷമിക്കുന്നത് കാണുന്നു. ആ പേര് പറയാൻ പോലും ബുദ്ധിമുട്ടെന്ന് ഓർക്കുമ്പോൾ പ്രിയപ്പെട്ട ചെയർമാൻ അതാരാണത് പറയൂ. ആ പേരൊന്ന് പറയൂ പ്ലീസ്. ഇവിടെ മുൻപിലിരിക്കുന്ന വിദ്യാർത്ഥികൾ, നിങ്ങൾ ചെയ്യുന്ന ധീരമായിട്ടുള്ള തീരുമാനങ്ങൾ, നിങ്ങൾ എടുക്കുന്ന തെറ്റല്ലാത്ത ശരിയായ കാര്യങ്ങൾ എടുക്കുന്ന ഓരോ ചുവടുകളും ആര് വിമർശിച്ചാലും നിങ്ങൾക്ക് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയായ ബോധ്യത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ ധീരമായി മുന്നോട്ട് പോകുക. കാലം നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാലം അവരോടൊപ്പം ഉണ്ടാവും. അവർ നന്നായിട്ട് പഠിച്ച് അവരവരുടെ ജീവിതത്തിൽ ഉന്നതമായ നേട്ടങ്ങൾ നേടി അവരിതൊക്കെ വിലയിരുത്തും. അവർ അങ്ങനെയും വിലയിരുത്തും, എല്ലാവരും വിലയിരുത്തും. ഈ കുട്ടികളോട് വലിയ സാരാംശം കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ വളരെ നല്ല കാര്യം. പക്ഷേ അതിക്ക് മുന്നേ നിങ്ങൾ പറഞ്ഞ കാര്യം ഒരു സംഭവമുണ്ട്. ഏത് ഏറ്റവും മികച്ച മലിനമുക്തമായിട്ട് പരിസരം സംരക്ഷിക്കുന്ന സ്കൂളിനും വിദ്യാർത്ഥിക്കൊക്കെയുള്ള സമ്മാനങ്ങളെ കുറേ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമ്മാനം ആ പിള്ളേരെ വിളിച്ച് കൊടുക്കാൻ നോക്ക്. ജനുവരി 5 ആവാനായിട്ട് ഇനി അധികം സമയം ഇല്ല. സ്വന്തം വീടിന്റെ കോമ്പൗണ്ട് കഴിഞ്ഞ് മുൻവശത്തുള്ള റോഡ്, പൊതു ഇടം ഏറ്റവും ഭംഗിയാക്കി കാത്തു സൂക്ഷിക്കുന്ന വിദ്യാർത്ഥിക്ക് 10,000 രൂപ ഒന്നാം സമ്മാനമായും 2ാം സമ്മാനമായി 5,000 രൂപയും 3ാം സമ്മാനമായി 3,000 രൂപയും നൽകാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യം നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ്. കുറച്ച് പേര് വിലയിരുത്തിയിട്ടുണ്ട്. ഇത്തവണത്തെ കേരളോത്സവം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ പുതുതലമുറ കേരളോത്സവം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, ആ കേരളോത്സവം എന്ന് പറഞ്ഞ പരിപാടി കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് അങ്ങനെ വിലയിരുത്തുന്നത് ഞാൻ കണ്ടു. വേണമെങ്കിൽ മേടിക്കട ഇറങ്ങിപ്പോടാന്ന്. ഇത് ആരാ അദ്ദേഹം പറയാനായിട്ട്? അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ സമ്പത്തിന് ചോദിച്ച കാശൊന്നല്ല. ഇത് കേരളോത്സവത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും കൊടുത്തോണ്ടിരിക്കുന്നതാണ്. അല്ലാണ്ട് ഈ വർഷം പുതുതായിട്ട് കൊണ്ടുവന്നൊന്നല്ല. അദ്ദേഹത്തിന്റെ ഒരു ധാരണയുണ്ട്, അദ്ദേഹത്തിന്റെ പേരിലാണ് ഇത് കെട്ടിപ്പൊക്കിയെന്നൊക്കെ. അങ്ങനത്തെ ഒരു ധാരണയും വേണ്ട. ഞങ്ങളെല്ലാവരും ഈ മുനിസിപ്പാലിറ്റി പെട്ട തന്നെയാണ്. ഈ മുനിസിപ്പാലിറ്റി പെട്ട യുവാക്കൾ തന്നെയാണ്. യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നതെന്നുണ്ടെങ്കിൽ, യുവാക്കളുടെ ഉന്നമനം പ്രതീക്ഷിച്ചിട്ടാണ്, ക്ലബ്ബുകളുടെ ഉന്നമനം പ്രതീക്ഷിച്ചിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് എന്ന ഉദ്ദേശത്തോടാണ് എന്നുണ്ടെങ്കിൽ ഈ ചെയ്തത് ഇത് വളരെ മോശമായിട്ട് നമ്മളൊക്കെ എന്തിനവിടെ ഈ ഇത്രയും കുട്ടികളെ ഇത്രയും ബുദ്ധിമുട്ടി കൊണ്ടുവന്നെന്ന് ചിന്തിക്കുന്നത്. മേക്കപ്പെട്ട കുട്ടികൾ വേദിയിലിരിക്കുന്നുണ്ട്. ആ കുട്ടികളും കൂടി കേൾക്കണ രീതിയിലാണ് അദ്ദേഹം പെരുമാറിയത്. ഒരു ദാർഢ്യത്തോടുകൂടി നിനക്കൊക്കെ മേടിക്കുക എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ നടക്കട്ടെ, നല്ല കാര്യം. അങ്ങ് തീർച്ചയായിട്ടും എല്ലാവരോടും ഐ ലവ് യു. ആ വൈകുന്നേരം സമയങ്ങളിൽ എനിക്ക് അതാണ് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാനുള്ളത്. അത് മാത്രമാണ്, ഇങ്ങനെ ഒരു ചെയർമാനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടില്ല. ഈ ചാലക്കുടിയിൽ ഇങ്ങനെ ഒരു ചെയർമാൻ ഇനി ഉണ്ടാവും. പ്രതിപക്ഷ നേതാവിന് ഒരു മാനസികമായിട്ട് എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഐ ലവ് യു ബന്ധം. തിരിച്ച് പ്രതിപക്ഷ നേതാവും ഒരു ഭരണപക്ഷത്ത് ഇരിക്കുന്ന ഭരിക്കുന്ന ഒരാളോട് വൈകുന്നേരമാകുമ്പോൾ ദേ ഇങ്ങോട്ട് നോക്കിയേ, ദേ ഇങ്ങോട്ടൊന്ന് നോക്ക്, ഞാൻ എന്തെങ്കിലും തെറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം എന്ന് വൈകുന്നേരം, പക്ഷേ ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. മനസ്സിൻ്റെ ഉള്ളിൽ പരസ്പരം ഐ ലവ് യു എന്ന് പറയുന്ന, വൈകുന്നേരങ്ങളിൽ വിളിച്ച് ഒരു കാര്യം സംസാരിച്ചാൽ എന്നോട് ഐ ലവ് യു എന്ന് പറയുന്ന ഒരേ ഒരു കൗൺസിലർ ബഹുമാനായ സുരേഷ് ആണെന്നുള്ള കാര്യം കൂടെ നിങ്ങളോട് ഞാൻ പറയുമ്പോൾ, ഇങ്ങനെ പറയാൻ പറ്റുന്ന സംഗതി ആർക്കെങ്കിലും ഉണ്ടായിരുന്നു? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പൈലപ്പേണ് സംഭവിച്ചിട്ടുണ്ടോ? പൈലപ്പേണ് അങ്ങനെ പറ്റുമോ? ഐ ലവ് യു പറയാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ പ്രതിപക്ഷ നേതാവിനോട് പറയാൻ പറ്റുമോ? എനിക്ക് തോന്നല്ല. പൈലപ്പേട്ടൻ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന സമയത്ത് വിൽസമാനായിട്ട് വർമ്മച്ചാനോട് വൈകുന്നേരം വിളിച്ചിട്ട് ഐ ലവ് യു പറയാൻ പറ്റുന്നുണ്ടോ? പറ്റില്ല. ഇതൊക്കെ ഒരു കഴിവ് വേണം, ഇതിനൊക്കെ ഒരു സംഗതി വേണം. മനസ്സിലായിട്ടോ? ഇതൊക്കെ എന്തെന്നാ പറയണ്ടേ? അതേപോലെ തന്നെ അതിക്ക് മുന്നിരുന്ന ചെയർമാന്മാർ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ പ്രതിപക്ഷ നേതാവ് അവരെ വിളിച്ചിട്ട് ഐ ലവ് യു, ഐ ലവ് യു. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് ഈ പവിത്രമായിട്ടുള്ള ബന്ധം. മനസ്സിലായിട്ടോ? ഹൈടെക്കിൽ നിന്ന് പ്രാഞ്ചേരിയിലേക്ക് മാറിയുള്ള ഒരു തീരുമാനമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ജനങ്ങളെ അറിയിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. മുന്ന് ഹൈടെക് തീരുമാനങ്ങളായിരുന്നു. ഇപ്പൊ ഹൈടെക്കിൽ നിന്ന് മാറി അരിപ്രാഞ്ചി അല്ലെങ്കിൽ അധികാര പ്രാഞ്ചിയിലേക്ക് കടന്നിട്ടാണ്. എന്തായാലും ഐ ലവ് യു സംഭവങ്ങളൊക്കെ പറഞ്ഞോട്ടെ, അത് വളരെ നല്ല കാര്യം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു ഭരണാധികാരി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവനവനിൽ വരുന്ന തെറ്റുകൾ തിരുത്താനും, ഞാൻ പറയുന്നത് 100% ഞാൻ പറയുന്നതാണ് ശരിയെന്ന് വിചാരിച്ച് പോകുന്ന സംഗതി ഭൂഷണമല്ല. അത് കാലം തെളിയിക്കും. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്ന് പറഞ്ഞ് ഇരിക്കാവുന്നൊരു കസേരയല്ല ജനാധിപത്യത്തിൻ്റെ കസേര. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതെങ്ങനെ മനസ്സിലാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ജനങ്ങളുമായിട്ട് ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ശൈലി ഉണ്ടാവും. അല്ലേ? നമ്മൾ താഴെ തട്ടിയുന്നുണ്ട്. ഇപ്പോൾ ചാലക്കുടി നഗരസഭയിൽ ഒരുപാട് കൗൺസിലർമാർ വേറെ ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും അടിത്തട്ടുള്ള ആളുകളെ കണ്ടു വളരുന്ന ആളുകളാണ്. അവർക്കറിയാം ജനങ്ങളുടെ വിഷമങ്ങൾ എന്താണ് സംഗതി എന്നുള്ളത്. അപ്പോൾ അവർ പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള ബോധ്യങ്ങളുണ്ടാവും. പക്ഷേ ആ ബോധ്യങ്ങളിൽ തിരുത്തലുകൾ വരുത്തിയവർ മുന്നോട്ട്. അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു സ്റ്റേജ്. അത് മനസ്സിലാക്കണമെങ്കിൽ സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം, സെൻറ്റിമീറ്റർ വേണം. ബാലന്മാരുടെ കളി കൊടുക്കാൻ സ്റ്റിക് നോബൽസ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. മനസ്സിൻ്റെ ഉള്ളിൽ പരസ്പരം ഐ ലവ് യു എന്ന് പറയുന്ന, വൈകുന്നേരങ്ങളിൽ വിളിച്ച് ഒരു കാര്യം സംസാരിച്ചാൽ എന്നോട് ഐ ലവ് യു എന്ന് പറയുന്ന ഒരേ ഒരു കൗൺസിലർ ബഹുമാനായ സുരേഷ് ആണെന്നുള്ള കാര്യം കൂടെ നിങ്ങളോട് ഞാൻ പറയുമ്പോൾ, എന്നാലും എൻ്റെ ചെയർമാനെ, അങ്ങയുടെ പക്ഷത്തുള്ള 28 പേരിൽ ഒരാളെങ്കിലും അങ്ങയുടെ മനസ്സിൽ അങ്ങയോട് വൈകുന്നേരം വിളിച്ച് ഐ ലവ് യു പറയാനില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അങ്ങേക്ക് ഈ സ്ഥിതി വന്നല്ലോ. അപ്പുറത്ത് പ്രതിപക്ഷത്തിരിക്കുന്ന സുരേഷേട്ടനും കൂടി ഇല്ലായിരുന്നെങ്കിൽ അങ്ങയോട് ആര് ഐ ലവ് യു പറയും? ആ ചേച്ചി കേൾക്കാണ്ടിരിക്കട്ടെ.
ആരെങ്ങോട് ഒരു ഐ ലവ് യു പറയാൻ? അങ്ങയുടെ 28 പേരുള്ള അങ്ങയുടെ ഭരണപക്ഷത്തുള്ള കൗൺസിലർമാർ ഒരാളെങ്കിലും ഐ ലവ് യു പറയാൻ അങ്ങേക്ക് ഇല്ലാണ്ടായല്ലോ. ആര് വിമർശിച്ചാലും അതെന്നെ ബാധിക്കുന്ന ഒന്നല്ല എന്ന ഒരു ദൃഢനിശ്ചയത്തിലാണ് ചാലക്കുടിയിലെ നഗരസഭാ ചെയർമാനായി ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളതെന്നും 100% ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളതെന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു അറിയോ? ഞാനും വിളിച്ചു എൻ്റെ പ്രിയപ്പെട്ട സുരേഷ് ചേട്ടനെ, എൻ്റെ പ്രിയപ്പെട്ട ബിനിച്ചേട്ടനെ. ഞാനും പറഞ്ഞു ഐ ലവ് യു. വേണമെങ്കിൽ കേക്ക്. ഹലോ, ചാലക്കുടി നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ് ചേട്ടൻ എന്ന വിനുചേട്ടനല്ലേ? അതെ. ഐ ലവ് യു. എനിക്ക് ചെയർമാന് മാത്രമല്ല പറയാൻ പറ്റും, എനിക്കും പറയാൻ പറ്റും. ഐ ലവ് യു വിനുചേട്ടാ, ഐ ലവ് യു.